ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡബിൾ എസ്. ഇതൊരു ഹോളിഡേയിൽ എടുത്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. രാവിലെ നേരെ അടുക്കളയിലേക്ക് വീട്ടുപണികൾ തന്നെയാണ്. പാല് കാച്ചിൽ, ചായ, അരി വെക്കൽ, കൂട്ടാൻ വെക്കൽ, ഉപ്പേരി വെക്കൽ, ഇങ്ങനെയൊക്കെ ഈ വയ്ക്കൽ സംഭവങ്ങൾ ഇങ്ങനെ നീളും. അതിൻ്റെ ഇടയിലൊരു ചായ കുടി, അതൊക്കെ എനിക്ക് ശീലമാണ് കേട്ടോ. എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് ചെയ്യാറുള്ളത്. അതായത് ഇപ്പം ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യലാണ് നടക്കുക. ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കഴിയാൻ നിൽക്കുകയൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയുണ്ട് പതിവ്. അപ്പോഴത്തേനും സൂര്യചേട്ടനും ജുഗുനൊക്കെ ജുഗുനു എണീറ്റോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും സൂര്യചേട്ടനൊക്കെ എണീറ്റു, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സൈഡിൽ അവനും കൊടുക്കാം, സൂര്യചേട്ടനും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തലേ ദിവസം നാളികേരമൊന്നും ചിരകി വെച്ചില്ല. സാധാരണ ചിലപ്പോൾ അങ്ങനെ ചിരകി വയ്ക്കലൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ തിരക്ക് പിടിച്ച് ചിരകുണ്ടല്ലോ. പക്ഷേ ഇന്നലെ അതൊന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യുകയാണ്. പിന്നെ ഞാൻ ലഞ്ച് എന്ന് പറയണത് എന്തായിരുന്നു, കടച്ചക്ക ഉപ്പേരിയും നല്ല സാമ്പാറുമാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, സുരേട്ടനും ജുഗനും ദോശ കഴിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മുസ്ലിയാണ്. ദോശമാവ് കഷ്ടിയായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത്. എന്തായാലും നമ്മുടെ ഉപ്പേരി പ്രിപ്പറേഷനും സാമ്പാർ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ തന്നെ ഉച്ചയായി കേട്ടോ. ഉച്ച സമയത്ത് നമ്മുടെ ഫ്ലാറ്റിൽ നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം ഈ മഴക്കാലത്ത് നല്ല കാറ്റല്ല, ഓൾറെഡി ഭയങ്കര കാറ്റല്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഭീകരത ശരിക്കും പറഞ്ഞാൽ ഇതിൽ കാണുന്നില്ല. പക്ഷെ നല്ല കാറ്റാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി സ്കിൻ കെയർ അങ്ങനെ ചെയ്യലുണ്ട്, മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യലുണ്ട്. അതല്ലാതെ വേറെ പാക്ക് ഇടലോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ ഓർത്തു ഒരു എന്താണ് നമ്മുടെ ഫേസ് മാസ്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നൈക്കേഡൻ്റെ ഒരു ഫേസ് മാസ്ക് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ളതായിരുന്നു. അപ്പോൾ അത് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് നോക്കിയപ്പോൾ തന്നെ അത് എക്സ്പയർ ആയി. അത് ഫ്രീ കിട്ടിയതാണ് കേട്ടോ, അത് എക്സ്പയർ ആയി. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ടാബ്ലറ്റ് രൂപത്തിലുള്ള ഫേസ് മാസ്ക്. അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഷീറ്റായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ അതെടുത്ത് ഫേസിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ അതിനുള്ള ബാക്കി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയമായപ്പോഴത്തേനും സൂര്യേട്ടന് തോന്നി പപ്പടം കാച്ചെന്ന് എനിക്ക് തോന്നി, മുളക് വറുക്കുന്ന സൂര്യേട്ടന് തോന്നി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നേരെ ഈവനിങ് സ്നാക്കിൻ്റെ സമയമായി. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. ഉച്ചയായാലും അവരുടെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ വീണ്ടും സ്നാക്കൊന്നും ഉണ്ടാക്കിയില്ല. ജുഗുനും പിന്നെ കപ്പലിൻ്റെ മിഠായും നമുക്ക് റസ്കും ഉണ്ടായിരുന്നു. അവൻ റസ്കും കഴിക്കട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മടക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ത്രെഡ് ഡീലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അത് മാത്രമല്ല എനിക്ക് കടയിലൊക്കെ കയറാനുണ്ട്, സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. എന്ത് സാധനമാണ്, ക്ലിപ്പൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ക്ലെയർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇടച്ചിറയിൽ തന്നെയുള്ള ഒരു പാർലറുണ്ട്. അപ്പോൾ അവിടെയാണ് ത്രെഡ് ചെയ്യാൻ പോയത്. അപ്പോൾ ത്രെഡ് ചെയ്യലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഇടച്ചിറയിൽ തന്നെയുള്ള ഒരു കടയാണ്. നല്ല കുറച്ച് ഇങ്ങനത്തെ ഈ ക്ലിപ്പ് സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പോൾ എന്നാന്ന് അവിടെ പോയേക്കാന്ന് വിചാരിച്ചു. അവിടെ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഈ ഏരിയയിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ലാസ്റ്റ് വണ്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഈ തിരക്കിൽ വെറുതെ വണ്ടി അങ്ങോട്ട് തിരിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ കുംഭകോണം ഡിഗ്രി കോഫി എന്ന് പറയുന്നത് ടിഫിൻ കമ്പനി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇതുപോലെ വലിയ സ്പേസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അവിടെ പോയി ഒരു കോഫി എന്തെങ്കിലും ചെറിയ സ്നാക്കും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഈവനിങ്ങിൽ നമ്മൾ ഇതുപോലത്തെ ഒരു കോഫിയും സ്നാക്കും ഒക്കെ. അപ്പം നമ്മളങ്ങനെ കഴിക്കാൻ വേണ്ടിയിരുന്നു. മുളക് ബജ്ജിയും കായ ബജ്ജിയും കോഫി ജുഗുനുവിന് ഹോർലിക്സും ആണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഡിന്നർ ചപ്പാത്തിയാണ്, ഹാഫ് കുക്കഡ് ചപ്പാത്തിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ പച്ചക്കറിയൊക്കെ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളത്തിൽ വിനാഗിരിയൊക്കെ ഒഴിച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. രാത്രി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.